തൃശൂരിൽ ഉഗ്രസ്ഫോടനം 6 മരണം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂർ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ 6 മരണം സ്ഥിരീകരിച്ചു. പലരുടെയും നില അതീവ ഗുരുതരം. ഇപ്പോഴും പൊട്ടിത്തെറി തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. സ്ഫോടനമുണ്ടായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് പുരയിൽ. കിലോമീറ്ററുകൾ ദൂരത്തേക്ക് സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ. 5 താൽക്കാലിക പുരകളിലേക്കും തീ പടർന്നതായി ദൃക്സാക്ഷികൾ. ശബരിമല യുവതീ പ്രവേശന കേസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. യഥാർത്ഥ വിശ്വാസികൾ ആചാരങ്ങളെ ചോദ്യം ചെയ്യില്ലെന്നും അവിശ്വാസികൾക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന. നിരീക്ഷണം തന്ത്രി കണ്ഠരര് രാജീവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദത്തിനിടെ. വോട്ടെണ്ണലിന് മുൻപ് സ്ട്രോങ് റൂമുകളും അനുബന്ധ റൂമുകളും തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നടപടി പേരാമ്പ്ര, നെന്മാറ എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം മാറ്റിയത് അവിശ്വാസ്യത ഒഴിവാക്കാനെന്ന് കളക്ടർ. ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ പരാതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ദളിത് ആദിവാസി സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപക ഹർത്താൽ. നിതിന്റെ കുടുംബം കോളേജ് ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ചു. പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങി. മകനെ കൊന്നവരെ കാണേണ്ട എന്ന് നിതിൻ രാജിന്റെ പിതാവ്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്ത് സ്ഫോടനം. 6 പേരാണ് മരിച്ചത് എന്നാണ് ഈ സമയം വരുന്ന സ്ഥിരീകരണം. 40ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരം. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോടാണ് സ്ഫോടനം നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30-ഓടെയാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും സ്ഫോടനം നടക്കുകയാണ്. 5 താൽക്കാലിക പുരകളിലായാണ് പടക്ക നിർമ്മാണം നടന്നത്. 5ഇടത്തും തീ പടർന്നു. വലിയ സ്ഫോടന ശബ്ദം കിലോമീറ്ററുകൾക്കപ്പുറവും കേട്ടതായാണ് വിവരം. ഇപ്പോൾ തൃശൂർ കളക്ടർ ശിഖ സുരേന്ദ്രൻ പ്രതികരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്. കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല ഇല്ല, എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിൽ എൻക്വയറി കഴിഞ്ഞിട്ട് ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. അതിപ്പോൾ നിലവിലെ ചികിത്സയിലുള്ള ആളാ അങ്ങനെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ കാരണം കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അവർ കറക്റ്റ് നമ്പർ കൺഫേം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 5ആണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്പർ. മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എലികരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്, അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ തിരിച്ച് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട്, എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാനും പറ്റും. ബാക്കി ഉറപ്പായിട്ടും നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അതെ, അത് നമ്മൾ കയറുന്ന ആളുകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിന്റെ അകത്തേക്ക് ആളുകളെ കയറ്റുള്ളൂ. അത് ഫയർഫോഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, അവർ ആ എൻഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോടും ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രമാണ് ഫർദർ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം.
രക്ഷാപ്രവർത്തനം ആ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് തൃശൂർ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ദാരുണ സംഭവം ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് 3 മണിക്കൂറിലേക്ക് പിന്നിടുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 40 പേരാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും കൃത്യമായ കണക്ക് വ്യക്തമല്ല. എന്താണ് അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്? ഇത് എല്ലാവരെയും വലിയ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ ആകമാനമുള്ള പൂരപ്രേമികളുടെ ഒരു ഹൃദയം തന്നെ ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുക എന്നുള്ളത് അതീവ വേദനയോടുകൂടി ആളുകൾ നോക്കിക്കാണുകയാണ്. എന്താണ് പ്രതികരിക്കേണ്ടത് എന്ന് പോലും അറിയുന്നില്ല. കാരണം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ആ മുണ്ടത്തിക്കോടില് തിരുവമ്പാടിയിൽ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഈ കരിമരുന്ന് പ്രവൃത്തിയിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വെടിക്കെട്ടിനാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും എങ്ങനെയാണിത് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുമൊക്കെ ആർക്കും ഉത്തരം പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പഴുതടച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും അതുപോലെ തന്നെ എന്ത് സാഹചര്യത്തിലാണിത് ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അറിയുന്നതോടൊപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിട്ട് അപകടത്തിന്റെ തീവ്രത അല്ലെങ്കിൽ തീക്ഷ്ണത ഇത്രയേറെ ആയതിൽ നമ്മൾ കൂടുതൽ ദുഃഖിക്കുകയും വേദനിക്കുകയും എന്നാൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് ആ പ്രദേശം ഒന്ന് ശാന്തിയിലേക്ക് മടങ്ങി വരാനായിട്ട് ഒരു രക്ഷാപ്രവർത്തനം പോലും അവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും അവിടെ ഉരുകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വിവരമാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. ഇത്ര മണിക്കൂറായിട്ടും അതിൽ നിന്ന് മുക്തി നേടാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് ഉച്ചയ്ക്ക് 3:30 സ്ഫോടനം ഉണ്ടാകുന്നത്. ആദ്യം 3 പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുന്നത് 6 പേരാണ്. 40ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 40 പേര് മാത്രമാണോ എന്നുള്ളത് കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണമില്ല. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. തൃശൂർ ജില്ലാ കളക്ടർ പ്രതികരിച്ചതനുസരിച്ച് പ്രാഥമിക അന്വേഷണത്തിന് RDO ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അപകടകാരണമെന്ന് ഉള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ തൃശൂർ മേയർ കൂടി ചേരുന്നുണ്ട്. എന്താണ് 3 മണിക്കൂറിലേക്കാണ് 3-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്താണ് അറിയാൻ കഴിയുന്നത്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിമരുന്ന് ശാലയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഞാൻ മേയറടക്കമുള്ള സംഘം ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. തീ ഇനിയും പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. 8ഓളം പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തമായ കണക്കുകൾ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ജീവൻ അപകടം പണയം വെച്ചുകൊണ്ട് നമ്മുടെ ഫയർഫോഴ്സുകാർ തീ അണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഇത്രയും ഒരു അരമണിക്കൂർ മുമ്പ് വരെ വെടി പൊട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അരമണിക്കൂറായിട്ട് വെടിപൊട്ടുന്ന ശബ്ദം നമുക്കറിയാം, വെടിപൊട്ടുന്നത് കാണാൻ സാധിക്കുന്നില്ല. തീ മുഴുവനായിട്ട് അണയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനോ അങ്ങനെയൊരു ശ്രമം നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. തീ ഇനിയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. വെള്ളമടിക്കുന്നുണ്ട്. എന്നിരുന്നാലും പക്ഷെ വെടിപൊട്ടുന്ന ശബ്ദം അരമണിക്കൂർ നേരത്തേക്കായിട്ടില്ല. വളരെ പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ കാലാവസ്ഥ ഇത്രയും അതിരൂക്ഷമായ ചൂട് കാരണം ആണോ ഇത് ഉണ്ടായത് എന്നൊരു സംശയം ഇവിടെയുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനും ഊഹിക്കുന്നതിനും വളരെ വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 40ഓളം ജോലിക്കാർ അതിനകത്ത് ഉണ്ട്. കാരണം ഉച്ചഭക്ഷണം 40 പേർക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3-4 പേര് മാത്രം വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും നമ്മുടെ ഫയർഫോഴ്സ് ജില്ലാ ഭരണകൂടം എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങളിപ്പോൾ എല്ലാ ജനപ്രതിനിധികളും ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്.
എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് തീ അണയ്ക്കാൻ മുഴുവൻ സാധിച്ചിട്ടില്ല എന്നതാണ് ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. ശ്രീമതി നിജി ജസ്റ്റിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അപകട സ്ഥലത്തേക്ക് എത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. 40 പേരുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതിൽ തന്നെ ഒരു വ്യക്തതയില്ല. ഇതിൽ പരിക്കേറ്റ പലരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാണ് തൃശ്ശൂർ കളക്ടർ നേരത്തെ സൂചിപ്പിച്ചത്. അവരുടെ ഒരു സാഹചര്യവും ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള ഈ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണോ, അതല്ല അതിഭീകരമായി ചൂടുള്ള സമയത്ത് കരിമരുന്നിനൊക്കെ ഉണ്ടാകുന്ന സ്പാർക്കിംഗ് മൂലം സംഭവിച്ചാണോ, അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് മഹാദുരന്തമായി നമ്മുടെ മുമ്പിലേക്ക് ഇത് വന്നു കഴിഞ്ഞിരിക്കുക. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം പൂരത്തിന് മുമ്പുണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. പൂരത്തിൻ്റെ കൊടിയേറ്റം ഇന്നലെ വളരെ ഗംഭീരമായി നടന്നു. ഇനി ബാക്കി ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ചിത്രം പോലും നമ്മുടെ മുമ്പില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിർമ്മാണ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും മികച്ച നിലയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുന്നത് നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അത് മരിച്ചിരിക്കുന്ന തൊഴിലാളികളാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്. ഈ സതീശനും മരണം സംഭവിച്ചില്ലെങ്കിലും 100% പൊള്ളലേറ്റിരിക്കുകയാണ് സതീശൻ അടക്കമുള്ള ആൾക്ക്. മാത്രമല്ല വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഗിരീഷ് പിന്നെ ഹരി എന്ന് പറയുന്ന 2 ചേട്ടനാനിയന്മാരുണ്ട്. അതിലൊരാൾ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പരിക്ക് പറ്റിയൊന്നും എനിക്കറിയില്ല. അല്ല, ഗിരിയും ഹരി എന്ന് പറഞ്ഞാൽ ഈ വെടിക്കെട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവസ്വത്തിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയ പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അതിലൊരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. നേരിട്ട് തന്നെ അറിയുന്ന, ഇപ്പോൾ ഈ സതീശനാണെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് അറിയുന്ന പ്രവർത്തകരാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് നിർമ്മാണത്തിൻ്റെ റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഭീകരമായൊരു സംഗതി ഉണ്ടായത് അത്യന്തം എന്താ പറയുക ദുഃഖകരമായൊരു കാര്യമാണ്. പൂരപ്രേമികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഞെട്ടലോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഇങ്ങനൊരു വലിയൊരു ഭീകരമായ മരണം നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ്. വൻ സ്ഫോടനമാണ് നടന്നത് എന്ന് സംഭവസ്ഥലത്തേക്ക് എത്തുന്ന ജനപ്രതിനിധികളൊക്കെ സ്ഥിരീകരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോടാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഡ്രോൺ ഉപയോഗിച്ചാണ് നടത്തുന്നത്. അതുപോലെ തന്നെ റോബോട്ട് ഉപയോഗിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത്. അത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം തന്നെ നേരിടുന്നുണ്ട്. ഉച്ചയ്ക്ക് 3:30 അപകടമുണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും പൊട്ടിത്തെറികൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബട്ട് നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അത് പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ഫോടകമാണ്. പിന്നെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഒരുമിച്ച് എല്ലാം പെട്ടെന്ന് ഒരു വിതിൻ 20 മിനിറ്റ്സ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. ആ സമയത്ത് കുറച്ച് ആൾക്കാർക്ക് രക്ഷിത പൂരത്ത് ഓടിയായിരുന്നു. പിന്നെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് മൂവ് ചെയ്തായിരുന്നു. അത് വെച്ചിട്ട് ടോട്ടൽ ഇപ്പോൾ കണക്കനുസരിച്ച് ടോട്ടൽ 23 ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ മൂവ് ചെയ്തായിരുന്നു. അതിൻ്റെ 8 പേരുടെ ഡെത്ത് കൺഫേം ആയിട്ടുണ്ട്. 8 പേര് ബാക്കി 15 പേര് കുറച്ച് പേര് സീരിയസ് ആയിട്ട് ICU ട്രീറ്റ്മെൻറ്റിലാണ്. ബാക്കി എല്ലാ ആൾക്കാർക്ക് ബേൺ ഇഞ്ചുറിയിൽ അവിടെ ട്രീറ്റ്മെൻറ്റിൽ നടക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ തന്നെയാണല്ലോ? അതെ, ഇപ്പോൾ എല്ലാ ആൾക്കാരും മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ഈ വെടിക്കെട്ട് സാമഗ്രികൾ ഈ നിർമ്മാണശാലയിൽ നടക്കുമ്പോൾ ഇവിടെ ഒരു ഗതാഗത സൗകര്യം അടക്കം അതൊക്കെ അവർ പാലിക്കേണ്ടതല്ലേ? അത് ബേസിക് എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ നോക്കാം. ശരി. ഇതിൽ ഒറ്റനോട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അതോ സാധാരണ അപകടമായിട്ടാണോ കാണുന്നത്? അല്ല, ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനും ഫയർ ഓഡിറ്റ് എല്ലാം ചെയ്ത ശേഷം മാത്രം മനസ്സിലാവും അതിൻ്റെ കാരണം എന്താണ്. അതിൻ്റെ കൂടെ തന്നെ ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്ത ശേഷം മാത്രം ഡീറ്റെയിൽ എന്താണ് മനസ്സിലാവും. ഈ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെ സംഭവിച്ചോ ഒന്നും പറയാൻ പറ്റില്ല. എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു കണക്കുണ്ടോ പോലീസിൽ? അത് കൃത്യം കണക്കില്ല. ബിക്കോസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആൾക്കാർക്ക് സംസാരിക്കുന്ന സ്ഥിതിയിലില്ല. അതായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം അവർ സ്റ്റേബിളായ ശേഷം മാത്രം ഏകദേശം എത്ര പേരുണ്ട് അത് മനസ്സിലാവും. അതിൻ്റെ പേരും ഡീറ്റെയിൽസ് കോൺട്രാക്ടറിനോട് സംസാരിച്ചത് എടുത്ത ശേഷം മാത്രം നമുക്ക് ഫൈനൽ ഡീറ്റെയിൽസ് കിട്ടും. എത്ര പേര് ഇപ്പോൾ ആശുപത്രിയിലുണ്ട്? ഡെത്ത് എത്ര കൺഫേം ചെയ്തിട്ടുണ്ട്? 23 people are in the hospital. അതിൻ്റെ 8 പേരുടെ ഡെത്ത് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു.